നൈറ്റ് വിജിലിൻ്റെ ഈ അത്ഭുത രാത്രി കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ, സന്ദർശിക്കാൻ, സൗഖ്യപ്പെടുത്താൻ, വിടുവിക്കാൻ, മെച്ചമായ ദൈവാനുഗ്രഹത്തിൽ നയിക്കാൻ നല്ലവനായ ദൈവം തിരഞ്ഞെടുത്ത രാത്രിയിലാണ് നാം ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മുടെ പ്രാർത്ഥനയുടെ രീതികൾ ഇന്ന് ഇപ്രകാരമായിരിക്കും. തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ ദിവ്യകാരുണ്യം എടുത്തു വെച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കും. 1 മണിക്കൂറാണ് ആരാധനയുടെ സമയം. ഇതിൻ്റെ ആദ്യത്തെ അരമണിക്കൂർ സമയം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നിശബ്ദമായി പ്രാർത്ഥിക്കാൻ. ആ സമയത്ത് നിങ്ങൾ എഴുതിക്കൊണ്ടുവന്നിട്ടുള്ള പ്രാർത്ഥന അപേക്ഷകൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് നടുവിലൂടെ വന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് 1 നിമിഷം ദിവ്യകാരുണ്യനാഥനെ നോക്കി നമ്മുടെ നിയോഗങ്ങൾ ഹൃദയത്തിൽ നിന്ന് സമർപ്പിക്കുന്നു. എന്നിട്ട് ശിരസ് നമിച്ച് ആരാധിച്ചതിന് ശേഷം എഴുതിക്കൊണ്ടുവന്ന പ്രാർത്ഥനാപേക്ഷ ഈ ബോക്സിൽ നിക്ഷേപിച്ച് ആദരപൂർവ്വം നിങ്ങൾ മടങ്ങിപ്പോകുന്നു. പ്രാർത്ഥന അപേക്ഷ എഴുതാത്തവർക്ക് ഇപ്രകാരം ചെയ്യാം. അവരും എഴുന്നേറ്റ് വന്ന് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഇവിടെ വന്ന് മുൻപിൽ വന്ന് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി അൾത്താരയിലുള്ള ദിവ്യകാരുണ്യനാഥനെ ആദരപൂർവ്വം വണങ്ങി 1 മിനിറ്റ് നേരം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീണ്ടും പ്രണമിച്ച് സീറ്റുകൾക്ക് സ്വസ്ഥമായി മടങ്ങിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് ഈശോയെ നമ്മുടെ അൾത്താരയിലേക്ക് ആദരപൂർവ്വം സ്വീകരിക്കാം. മുട്ടിന്മേൽ നിന്ന് ഗാനം ആലപിച്ച് ആദരപൂർവ്വം ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കാം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹ കർത്താവേ. ശിരസ് നമിച്ച് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധൻ കർത്താവേ, കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹ കർത്താവേ. പരിശുദ്ധനേ ഹല്ലേലൂയ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. 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 സർവഭൂമി തിരു തേജസ്സിനാ നിറഞ്ഞിടുന്നു.
പരിശുദ്ധനേ ഹല്ലേലൂയ ദൈവകുഞ്ഞാടേ നീയോവിൽ പരിശുദ്ധനേ ഹല്ലേലൂയ ദൈവകുഞ്ഞാടേ നീയോവിൽ സർവഭൂമിയും തിരുതേജസ്സിനാ നിറഞ്ഞിടുന്നു സർവഭൂമിയും തിരുതേജസ്സിനാ നിറഞ്ഞിടുന്നു പരിശുദ്ധനേ ഹല്ലേലൂയ ദൈവകുഞ്ഞാടേ നീയോവിൽ പരിശുദ്ധനേ ഹല്ലേലൂയ ദൈവകുഞ്ഞാടേ നീയോവിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേറ്റ് സ്വസ്ഥമായി നമ്മുടെ കസേരകളിൽ ഇരുന്നു കൊണ്ട് നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് വ്യക്തിപരമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നേരത്തെ നിർദ്ദേശിച്ചതുപോലെ ഹൃദയത്തിൽ പ്രചോദനം കിട്ടുന്നവർക്ക് നിങ്ങൾ എഴുതിയ പ്രാർത്ഥനാപേക്ഷകൾ എഴുന്നേറ്റ് സാവധാനം വന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ആദരവോളം പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഒരു മിനിറ്റ് സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള എഴുതിയ പ്രാർത്ഥന അപേക്ഷകൾ മുൻപിലുള്ള പ്രയർ ബോക്സിൽ നിക്ഷേപിച്ച് ആദരപൂർവ്വം ഈശോയെ വണങ്ങി സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇപ്രകാരമാണ് അടുത്ത ഈ അരമണിക്കൂർ നമ്മൾ ചെയ്യുന്നത്. അതിനിടയിൽ നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ ആരാധനയ്ക്ക് ഉതകുന്ന ഗാനങ്ങൾ ആലപിച്ച് നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും.
നിൻ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീക്കാശീർവാദം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.
ഏഷ്യ 58:12 നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്നവനെന്നും ഭവനങ്ങൾക്ക് കേട് പോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ദൈവമേ, അങ്ങയുടെ ശക്തിയാൽ എന്നെ ഇന്ന് നിറയ്ക്കുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ പുതിയുന്ന കാരുണ്യത്തിന് നന്ദി പറയുന്നു. പരമപരിശുദ്ധനായ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുവാൻ എന്നെ അനുവദിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുന്നു. അവിടുന്ന് മാത്രമാണ് ദൈവം. അവിടുന്ന് മാത്രമാണ് രക്ഷ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ പരിപാലകൻ. അങ്ങിൽ മാത്രം ഞാൻ അഭയം തേടുന്നു. അങ്ങിൽ മാത്രം ഞാൻ ശരണപ്പെടുന്നു. അങ്ങല്ലാതെ ഞങ്ങളെ രക്ഷിക്കുന്ന മറ്റൊരു ദൈവമല്ല. അങ്ങല്ലാതെ ഞങ്ങളെ പുനരുദ്ധരിക്കുന്ന മറ്റൊരു ദൈവമല്ല. അങ്ങയുടെ സ്നേഹത്തിന് നന്ദി, അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി, അങ്ങയുടെ കൃപകൾക്ക് നന്ദി. യേശുവേ, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ ആരാധിക്കട്ടെ. പരിശുദ്ധനേ, ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ, നിയോഗ്യൻ. പരിശുദ്ധനേ, ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ, നിയോഗ്യൻ. സർവഭൂമിയും തിരുതേജസ്സിനാൽ നിറഞ്ഞിടുന്നു. സർവ്വഭൂമിയും തിരുതേജസ്സിനാൽ നിറഞ്ഞിടുന്നു. പരിശുദ്ധനേ, ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ, നിയോഗ്യൻ. പരിശുദ്ധനേ, ഹല്ലേലൂയ. ദൈവകുഞ്ഞാടേ, നിയോഗ്യൻ. സർവഭൂമിയും തിരുതേജസ്സിനാൽ നിറഞ്ഞിടുന്നു. സർവഭൂമിയും തിരുതേജസ്സിനാൽ നിറഞ്ഞിടുന്നു.
സങ്കീർത്തനങ്ങൾ 147:10. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. അങ്ങയെ ആരാധിച്ചുകൊണ്ട്, അങ്ങയെ സേവിച്ചുകൊണ്ട്, അങ്ങിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, ദൈവമേ, എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അങ്ങയുടെ മുൻപിൽ ഞാൻ അർപ്പിക്കുമ്പോൾ അങ്ങയിൽ അഭയം തേടുന്നവരെ കരുണയോടെ കടാക്ഷിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇതുപോലൊരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് ഞങ്ങളുടെ ആശ്രയം, എൻ്റെ ആശ്രയം. എൻ്റെ വേദനകൾ, എൻ്റെ പ്രതികൂലങ്ങൾ, എൻ്റെ നൊമ്പരങ്ങൾ അങ്ങയുടെ മുൻപിൽ ഞാനിപ്പോൾ അർപ്പിക്കുമ്പോൾ എനിക്കുറപ്പാണ്, ഈ എൻ്റെ നിയോഗങ്ങളുടെ മേൽ അങ്ങ് തീർച്ചയായും പ്രവർത്തിക്കും. സത്യമായും അങ്ങനെ വേദനകൾ കണ്ടിരിക്കുന്നു. സത്യമായും അങ്ങന്റെ നിലവിളി കേട്ടിരിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിലാണ് എൻ്റെ ആശ്രയം. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തം എന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. കുഞ്ഞാടേ നീ ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി കർത്താവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താതി
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വലിയ ദൈവിക വിടുതലുകൾ, ദൈവിക സൗഖ്യങ്ങൾ, ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ ഒഴുക്കുകൾ ഈ സമയങ്ങളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കെല്ലാം ഇതാ സ്വർഗം തുറന്ന് കടന്നു വരുന്ന സമയമാണല്ലോ. നമുക്ക് ഒരുമയോടെ അല്പസമയം കർത്താവിനെ ആരാധിക്കുവാൻ പരിശ്രമിക്കാം. നമുക്ക് ഒന്ന് ആദരപൂർവ്വം ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് സ്നേഹത്തോടെ സമർപ്പിക്കാം. ഇതാ പിതാവുമൊത്ത് മഹിമയിലായിരുന്നവൻ തൻ്റെ മഹിമയെല്ലാം വെടിഞ്ഞ് ദിവ്യകാരുണ്യമായി നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വന്നിരിക്കുന്നു. നിശ്ചയമായും ഈ രാത്രി അത്ഭുത കൃപയുടെയും അത്ഭുത വിടുതലിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും രാത്രിയായി കർത്താവ് കാണുകയാണ്. വിശ്വസിക്കാം, നമ്മെ സന്ദർശിക്കാൻ, നമ്മെ മാനിക്കാൻ, നമ്മെ ഉയർത്താൻ, നാം വീണ് കിടക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഉണർവിലേക്ക് വരുവാൻ ദൈവം ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ കൺമുമ്പിൽ കടന്നു വന്നിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കും. ഇതാ ദൈവമായ കർത്താവ് മോശയ്ക്ക് മുമ്പിലേക്ക് ഇറങ്ങി വന്ന് അവനോട് ഇപ്രകാരം അരുളി ചെയ്തു: ലോകത്ത് ഒരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും നടക്കാത്ത വിധത്തിലുള്ള വലിയ അടയാളങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ വാക്കുകൾ പറഞ്ഞവൻ ഇതാ ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായ ദൈവപ്രവൃത്തി കൊണ്ടുവരാൻ, തന്നെ നമ്മെ മാനിക്കാൻ, ഉയർത്താൻ, അനുഗ്രഹിക്കാൻ ഈ ദൈവം ഇതാ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ചെങ്കടൽ വിഭജിച്ച ദൈവം അതിശയകരമായി തൻ്റെ ജനത്തെ വർഷങ്ങളിലൂടെ മരുഭൂമി യാത്രയിൽ നയിച്ചവൻ, മന്നയും കാടപ്പക്ഷിയും കൊടുത്ത് ആ ജനത്തെ തീറ്റിപ്പറ്റിയ ദൈവം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ ഇതാ നമ്മുടെ കൺമുമ്പിലായിരിക്കുന്നു. വിശ്വാസത്തോടെ നമ്മുടെ ജീവിതങ്ങളെ സ്നേഹത്തോടെ സമർപ്പിച്ച് ഒരു മനസ്സോടെ ആരാധനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തോളം ഉയർത്തി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കരമുയർത്തി സ്വരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, വിളിക്കട്ടെ, വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ, വായി തുറന്ന് വിളിക്കട്ടെ, യേശുവേ എന്ന് വിളിക്കട്ടെ. ആരാധന, 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 ആരാധന. ഇതാ വിടുതലിന്റെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം. ആരാധന, 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 വായി തുറന്ന് വിളിക്കാം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഒഴുകട്ടെ, ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ആരാധന, 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 ആരാധന. ആരാധനയിൽ ഇറങ്ങി വരുന്ന ദൈവം, ആരാധന വിടുതൽ തരുന്നവൻ, അടഞ്ഞ വഴികൾ തുറക്കുന്നവൻ. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം, സ്വരമുയർത്തി പ്രാർത്ഥിക്കാം, വായി തുറന്ന് വിളിക്കാം. യേശുവേ, ആരാധന, 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 ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, അടിച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ആനന്ദിച്ച്
പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം. കരമുയർത്തിയടിച്ച് ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിന്റെ ഇടപെടൽ, കർത്താവിന്റെ പ്രവൃത്തി ഈ രാത്രി അതിശയകരമായി നമ്മുടെ വ്യക്തി ജീവിതത്തില്, കുടുംബത്തില് ഇതാ കടന്നു വരികയാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ, വായ് തുറന്ന് വിളിക്കട്ടെ, സ്വരമുയർത്തി വിളിക്കട്ടെ. ആരാധന 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 ആരാധന. അത്ഭുത വിടുതലുകൾ നടക്കുന്നു, അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു. നെഞ്ചുകൊട്ടി വിളിക്കാം യേശുവേ. ആരാധന 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 യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഉറപ്പായും മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാൻ എത്രയോ നന്മകൾ. ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ വിടുതൽ എന്നു പ്രാപിക്കാം വിടുതൽ എന്നു പ്രാപിക്കാം. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നു പ്രാപിക്കാം വിടുതൽ എന്നു പ്രാപിക്കാം. സ്നേഹമുള്ളവരെ, യാബോക്ക് നദിക്കരയിൽ വെച്ച് യാക്കോബ് പറഞ്ഞില്ലേ, എന്നെ അനുഗ്രഹിക്കാതെ അങ്ങ് ഞാൻ വിടുകയില്ല. ഈ രാത്രിയിൽ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് വിശ്വാസത്തോടെ, വാശിയോടെ, എന്റെ കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ, എന്നെ സൗഖ്യപ്പെടുത്താതെ, എന്നെ സന്ദർശിക്കാതെ അങ്ങേ ഞാൻ വിടുകയില്ല. വിശ്വാസത്തോടെ, വാശിയോടെ, ദാഹത്തോടെ കരങ്ങൾ ഉയർത്തി വിളിക്കാം യേശുവേ. ആരാധന 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 ആരാധന. അത്ഭുത കൃപ നിറയുന്നു, അത്ഭുത വിടുതലുകൾ നിറയുന്നു, ദൈവസ്നേഹം ഒഴുകുന്നു, കൃപചാലികീറി ഒഴുകുന്നു. ആരാധന 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 ആരാധന. കരങ്ങളടിച്ച് പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യം. നീതിമാന്റെ പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന ഫലിക്കും, രോഗിക്ക് സൗഖ്യം. വിശ്വാസത്തോടെ ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ. കരങ്ങളിയത്തടിക്കാം. ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം.
വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഓ യേശുവേ, യേശുവേ ആരാധന 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 കണ്ണുനീരിൻ്റെ മുൻപിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. വിശ്വസിക്കാം. നാളുകളായി അനേകം നെറ്റുവിലുള്ള ഒരു പക്ഷേ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പ്രിയമുള്ളവരെ, ആ കണ്ണുനീരുകളും പ്രാർത്ഥനകളും ഒന്നും വൃഥാവിലല്ല. ഈ രാത്രി നിൻ്റെ രാത്രിയാണ്. ഈ ആരാധനയുടെ വേളകളിൽ സ്വർഗം തുറന്ന് അവിടുത്തെ കരം നീട്ടി അവിടെ നിന്നെ സന്ദർശിക്കും, നിന്നെ സ്പർശിക്കും, നിന്നെ സൗഖ്യമാക്കും. മരുഭൂമിയിൽ ഹാഗാറിൻ്റെ കണ്ണുതിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന ദൈവം, ആ ദൈവം ഇതാ ദിവ്യകാരുണ്യമായി നിന്റെ കൺമുമ്പിലായിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ കാണുകയാണ്. അന്ധനായ മനുഷ്യൻ എല്ലാവരും നിശബ്ദരായിരിക്കാൻ പറഞ്ഞപ്പോഴും അവൻ അടങ്ങിയിരിക്കാതെ അവൻ ഇപ്രകാരം വിളിച്ച് പ്രാർത്ഥിച്ചില്ലേ, ദാവീദിൻ്റെ പുത്രായ എന്നിൽ കനിയണമേ. യെശയ്യാ 58 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് മറുപടി തരും. ഒരു പക്ഷേ തകർന്ന സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്ന് കണ്ണുനീരോടെ ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതമാണോ? അസമാധാനം നിറഞ്ഞ കുടുംബ സാഹചര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന കണ്ണുനീരിൻ്റെ ഉടമയാണോ ഈ രാത്രിയിൽ നീ? പ്രിയമുള്ളവരെ, നാളുകളായി മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടിട്ടും സൗഖ്യം ലഭിക്കാത്ത രോഗത്തിൻ്റെ ഉടമയാണോ നീ? ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചിട്ടും ഒരു ഉയർച്ചയും മാന്യതയും ലഭിക്കാത്തതിൻ്റെ വേദന നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? ആത്മീയമായ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരുപാട് നിയോഗത്തോടെ കണ്ണുനീരോടെ ഈ രാത്രി നീ കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ വിശ്വസിക്കുക, കർത്താവ് കണ്ണുനീർ കണ്ട് കടന്നു പോകുന്നവനല്ല. അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ റെഡിയായി നിൽക്കുകയാണ്. ഈ രാത്രി നിൻ്റെ രാത്രിയാണ്. 118 സങ്കീർത്തനം 24 കർത്താവ് ഒരുക്കിയ ദിനമാണ് ഇന്ന് നമുക്ക് സന്തോഷിക്കാം. കാരണം പ്രാർത്ഥന കേൾക്കുന്നവൻ ഇന്നും ജീവിക്കുന്നു. അവനിതാ വലിയ മഹത്വത്തോടെ ദിവ്യകാരുണ്യമായി നിന്റെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ കരങ്ങളൊന്ന് ഉയർത്താമോ? ജീവിതം ഒന്ന് സമർപ്പിക്കാമോ? നിലവിളിച്ച് നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട്, കുടുംബങ്ങളിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, ഏകനായിരിക്കാം, കിടപ്പ് രോഗിയായിരിക്കാം, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എന്റെ യേശുവേ, എന്നെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുതേ, ഇറങ്ങി വരണമേ. ആരാധന 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 ആരാധന. സ്നേഹമുള്ളവരെ, വെളിപാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും അരുളി ചെയ്യുന്നു, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ഇതാ വലിയ മഹത്വത്തോടെ നമ്മുടെ മുമ്പിലായിരിക്കുന്നു. 8-ാം തിരുവചനം പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തികൾ അറിയുന്നു, ഇതാ നിന്റെ മുമ്പിൽ വിശാലമായൊരു വാതിൽ ഞാൻ തുറന്നു വച്ചിരിക്കുന്നു. അത് നിന്റെ തകർച്ചയുടെ പരിഹാരമായി കൃപയും അനുഗ്രഹവും ഒഴുകി വരുന്ന വാതിൽ. രോഗിയാണെങ്കിൽ നിനക്ക് സൗഖ്യം തരുന്ന വാതിൽ.
സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ സാമ്പത്തിക ഔന്നത്യത്തിൻ്റെ വാതിൽ തുറന്നു തരുന്ന കർത്താവ് ഇതാ വലിയ മഹത്വത്തോടെ നിന്റെ അടുക്കലായിരിക്കുന്നു. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ തിന്മ അടച്ച വഴികളുണ്ടോ? തിന്മ അടച്ച വഴികളുണ്ടോ? അവയെല്ലാം ഇന്ന് തുറന്നു തരാൻ, കൃപയുടെ വഴി തുറന്നു തരാൻ, ശാപങ്ങൾ മാറ്റി അനുഗ്രഹത്തിന് വഴികൾ നിനക്ക് തുറന്നു തരാൻ വലിയ മഹത്വത്തോടെ ഇതാ പരിശുദ്ധനാവൻ എഴുന്നള്ളി വന്നിരിക്കുന്നു. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, പരിശുദ്ധനായവൻ. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനും കഴിയുകയില്ല. ആകയാൽ നമ്മുടെ ജീവിതത്തിലെ ശൂന്യതകളും തകർച്ചകളും എല്ലാം അവന്റെ പക്കലേക്ക് ഉയർത്തി നെഞ്ചുപൊട്ടി വിളിക്കാമോ? യേശുവേ, ആരാധന, ആരാധന. അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ, പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. കൃപയുടെയും അനുഗ്രഹത്തിന്റെ വഴികൾ യേശു ഇതാ ഈ രാത്രി തുറക്കുന്നു. ശാപത്തിന്റെ വഴികൾ, പാപത്തിന്റെ വഴികൾ യേശു ഇതാ ഈ രാത്രി അടയ്ക്കുന്നു. ആരാധന, 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 കരമടിച്ച് യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. ആമേൻ. യേശു ഒരു വാതിൽ അടച്ചാൽ വിശ്വസിക്കാം, ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ അടച്ചിടുമേ. വിശ്വസിച്ചുകൊണ്ട് യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ വിശ്വാസത്തോടെ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരിൻ വാതിൽ അടച്ചിടുമേ. രണ്ട് കരങ്ങളും ഉയർത്തി വിളിക്കുന്നു, യേശുവേ. ആരാധന, ആരാധന. അത്ഭുത വഴികൾ തുറക്കുന്നു, അത്ഭുത വഴികൾ ഇതാ കുടുംബങ്ങളുടെ മേൽ തുറക്കുന്നു, സമൂഹങ്ങളുടെ മേൽ കൃപയുടെ വഴികൾ ഇതാ യേശു തുറക്കുന്നു. ആരാധന, 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 ആരാധന. ശാപക്കെട്ടുകൾ അഴിക്കുന്നു, പാപക്കെട്ടുകൾ അഴിക്കുന്നു. ആരാധന, 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 ആരാധന. പുതിയ വഴികൾ, പുതിയ വാതിലുകൾ ഇതാ കർത്താവ് തുറക്കുന്നു. സാമ്പത്തിക വഴികൾ, സൗഖ്യത്തിന്റെ വഴികൾ, സൗഖ്യത്തിന്റെ വാതിലുകൾ, കൃപയുടെ വാതിലുകൾ യേശു ഇതാ തുറക്കുന്നു. ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ. ആരാധന, ആരാധന. കൃപ ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ. ആരാധന, 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 ആരാധന. ആനന്ദിച്ച്, ആനന്ദിച്ച്, കരമടിച്ച്, വിശ്വസിച്ച്. ശത്രു ഒരു വഴിയായി വന്നാൽ ഏഴു വഴിയായി
എനിക്കായി ചിതറിക്കുമേ. ആമേൻ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ ഏഴു വഴിയായി ചിതറിക്കുമേ. ഭാരങ്ങളേറിടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. യേശു കരങ്ങൾ ഉയർത്തിയടിക്കാം. ഉണർവോടെ ആർക്കും അടപ്പാനാവും. വിശ്വസിച്ച് യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ. വിശ്വസിച്ച് എനിക്കായി വാതിൽ തുറന്നിടുമേ. ആമേൻ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ. വൈരിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ. എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ. വൈരിൻ വാതിൽ അടച്ചിടുമേ. രണ്ട് കരങ്ങളെയും ഉയർത്തിക്കൂ. വിശ്വാസത്തോടെ അവൻ തുറന്ന വാതിൽ കണ്ടുകൊണ്ട് അവനെ വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ. ആരാധന, 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 ആരാധന. അടഞ്ഞ വഴികൾ തുറക്കപ്പെട്ടെ. കുടുംബത്തിന്റെ മേൽ, സമൂഹങ്ങളുടെ മേൽ അടഞ്ഞ വഴികളുണ്ടെങ്കിൽ അവയെല്ലാം തുറക്കപ്പെടട്ടെ. യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ബാ, 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 ബാ. ആരാധന, 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 ആരാധന. സൗഖ്യത്തിന്റെ വാതിൽ, കൃപയുടെ വാതിൽ, ഐശ്വര്യത്തിന്റെ വാതിൽ, ഉയർച്ചയുടെ വാതിൽ, ഹല്ലേലൂയ, നന്മയുടെ വാതിൽ, പരിശുദ്ധിയുടെ വാതിൽ. ഇതാ യേശു, യേശു തുറന്നിരിക്കുന്നു. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തി, രണ്ട് കരങ്ങളും ഉയർത്തി. ഒറ്റ വിളിവിളിക്കുന്നു. അടഞ്ഞ വഴികളെല്ലാം തുറക്കട്ടെ. യേശുനാമത്തിൽ, യേശുനാമത്തിൽ. ആരാധന, 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 താമ്രക്കതകുകൾ തകർത്തിടുമേ. ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. എരിഹോ മതിലും ജോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. ആമേൻ. താമ്രക്കതകുകൾ തകർത്തിടുമേ. ദുർഘടമെല്ലാം നിരപ്പാക്കുമേ. യെരിഹോ മതിലും ജോർദാനും ഓരോന്നായി വഴി മാറ്റിടുമേ. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആർക്കും എതിർപ്പാനാവുകില്ല. യേശു വിടുതൽ അയച്ചാൽ ആർക്കും തടയാനാവുകില്ല. യേശു ഒരു വാക്കു പറഞ്ഞാൽ ആമേൻ. ആർക്കും എതിർപ്പാനാവുകില്ല. സ്തോത്രം. യേശു വിടുതൽ അയച്ചാൽ സ്തോത്രം. ആർക്കും തടയാനാവുകില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ. നമുക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ.
അടയ്ക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി വിളിക്കാം. ഉയർത്തി വിളിക്കാം. വിശ്വാസത്തോടെ വിളിക്കാം. യേശുവേ. ബറ 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 ബറ. ആരാധന ആരാധന ആരാധന. യേശുവേ 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 ആരാധന 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 ആരാധന. ഈശോ 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 ഈശോ. മർക്കോസ് 16:2. മഗ്ദലേന മറിയം, യാക്കോബിൻ്റെ അമ്മയായ മറിയും സലോമിയും ആഴ്ചയുടെ ആരംഭദിനം അതിരാവിലെ യേശുവിൻ്റെ മൃതശരീരത്തിൽ സുഗന്ധലേപനത്തിനായി കല്ലറയിങ്കിലേക്ക് നടക്കുകയാണ്. നമുക്കറിയാവുന്ന ഒരു ധ്യാനമാണത്. അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു, ആര് നമുക്ക് വേണ്ടി കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരിക്കുന്ന കല്ല് ഉരുട്ടി മാറ്റും. കല്ല് അവിടെ ഉള്ളപ്പോഴും വിശ്വാസത്തോടെ അവർ ചുവടുകൾ വെച്ചു. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ നമ്മൾ പ്രഖ്യാപിച്ചു, കർത്താവ് തുറന്നിരിക്കുന്നു. അവർ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ തോറും അവരിങ്ങനെ പരസ്പരം പറഞ്ഞു. എന്നാൽ അവർ അത്ഭുതകരമായ ഒരു കാഴ്ച അവർ കണ്ടു. ആ വലിയ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. ഈ രാത്രിയിൽ കടബാധ്യതയുടെ, രോഗപീഠയുടെ, ശാപബന്ധനത്തിൻ്റെ, അസമാധാനത്തിൻ്റെ, കണ്ണുനീരിൻ്റെ, കൈപ്പേറിയ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കല്ല് നീ വിശ്വസിച്ചാൽ ഈ രാത്രിയിൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഉരുട്ടി മാറ്റിയിരിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് യേശുവേ ഒറ്റ വിളി വിളിക്കാം. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന യേശുവേ ആരാധന. യേശുവേ യേശുവേ ആരാധന ആരാധന. ശിരസ് നമിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്ഥമായി സീറ്റുകളിൽ ശാന്തമായിരിക്കുക.